ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വോളിയം ഓഫ് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് ആ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നത്തെ രണ്ട് വീഡിയോയിൽ 13.1 എക്സസൈസ് ഏരിയ ഓഫ് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ വോളിയം ഓഫ് കോമ്പിനേഷൻ ഓഫ് സോളിഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 13.2 എക്സസൈസ് അതിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. I shall read the question. Question വായിക്കാം. A solid is in the shape of a cone standing on a hemisphere with both their radii being equal to 1 cm and height of the cone is equal to the radius. Find the volume of the solid in terms of pi. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ പൈയുടെ ഫോമിലാണ് കണ്ടുപിടിക്കാനായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പൈക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല, പൈയുടെ ഫോമിൽ തന്നെ ആൻസർ എഴുതിയാൽ മതി. ഇനി എന്താണ് കോമ്പിനേഷൻ ഓഫ് സോളിഡ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കുക. എ സോളിഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ സ്റ്റാൻഡിങ് ഓൺ എ ഹെമിസ്ഫിയർ. അപ്പോൾ ആദ്യം ഒരു ഹെമിസ്ഫിയർ ഉണ്ട്. ആ ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ ഒരു കോൺ സ്റ്റാൻഡ് ചെയ്യണമെന്ന് പറയണം. സോ എ കോൺ ഈസ് സ്റ്റാൻഡിങ് ഓൺ എ ഹെമിസ്ഫിയർ. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗർ. ഇവിടെ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ഏതാ, ഒരു ഹെമിസ്ഫിയറും പിന്നെ ഏതാ ഒരു കോണും അല്ലേ. ഇതാണ് രണ്ട് ഫിഗേഴ്സ് നമുക്കുള്ളത്. ഇത് രണ്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വോളിയം ഓഫ് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഏരിയയിൽ ചെയ്ത പോലെ തന്നെ എത്ര ഫിഗർ ഉണ്ടോ അതിൻ്റെ വോളിയംസ് എല്ലാം കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഏതാ രണ്ട് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹെമിസ്ഫിയറും ഒന്ന് ഏതാ കോണും. ഈ രണ്ടെണ്ണത്തിൻ്റെയും വോളിയം ആഡ് ചെയ്താലാണ് ടോട്ടൽ വോളിയം നമുക്ക് കിട്ടുക. നമുക്കറിയാം ഇതിൽ തന്നിട്ടുള്ള മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ റേഡിയൈ ബീങ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ റേഡിയസ് 1 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. റേഡിയസ് 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും 1 ആണ്, കോണിൻ്റെ റേഡിയസ് ഏതാണ് 1 സെൻറ്റിമീറ്റർ. രണ്ടിൻ്റെ റേഡിയസ് സെയിം ആണ്. അപ്പോൾ റേഡിയസ് 1 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ആൻസർ നമുക്ക് പൈയുടെ ഫോമിലാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഉടനെ ഫോർമുല എഴുതി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, വോളിയം ഓഫ് ദ സോളിഡ് ഇൻ ടേംസ് ഓഫ് പൈ. സോ വോളിയം ഓഫ് സോളിഡ് ഈസ് ഈക്വൽ ടു, ഇവിടെ രണ്ട് ഫിഗേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് ഹെമിസ്ഫിയറും ഒന്ന് ഏതാ കോണും അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം, വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് മുകളിലത്തെ ഫിഗർ ഏതാ എ കോൺ. ഇത് രണ്ടും കൂടി ചേർന്നതാണ് ടോട്ടൽ വോളിയം ഓഫ് സോളിഡ് എന്ന് പറയുന്നത്. അപ്പോൾ സോളിഡ് എന്ന് പറഞ്ഞത് രണ്ടിൻ്റെയും വോളിയം കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഏതാ 2/3 പൈ ആർ ക്യൂബ്. വോളിയം ഓഫ് എ കോൺ എന്ന് പറഞ്ഞാൽ ഏതാ 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അപ്പോൾ ഫോർമുല കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഹെമിസ്ഫിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 2/3 പൈ ആർ ക്യൂബ്. വോളിയം ഓഫ് എ കോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇതിൽ കോണിൻ്റെ ഹൈറ്റ് അതാണ് എച്ച് അല്ലേ. ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഹൈറ്റ് ഓഫ് ദ കോൺ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യേണ്ടത്, റേഡിയസ് തന്നെയാണ് ഹൈറ്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറയേണ്ടത് അല്ലേ. ബോത്ത് ദ റേഡിയൈ ബീങ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും റേഡിയസ് 1 സെൻറ്റിമീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ് ഈക്വൽ ടു ദ റേഡിയസ്. അപ്പോൾ ഹൈറ്റ് റേഡിയസിന് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൈറ്റും എത്ര തന്നെയായിരിക്കും വരിക, 1 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/3 പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ നമുക്ക് ഈസി ആയിട്ട് വേണമെങ്കിൽ ഇതിൽ കോമൺ ആയിട്ട് ഏത് വരുന്നുണ്ട് 1/3 ഉണ്ടെന്ന് പറയാം അല്ലേ. കാരണം 2 എന്ന് പറഞ്ഞാൽ 2 × 1 ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ 2നെ 2 × 1 എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 1/3 ഉണ്ട്, ഇവിടെ ഉണ്ട് 1/3 അല്ലേ. അപ്പോൾ ഇത് രണ്ട് ടേമിലും 1/3 കോമൺ ആയിട്ട് വരുന്നുണ്ട്. അത് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. പിന്നെ ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാ, പൈ ഉണ്ട് അല്ലേ. അത് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് വരുന്ന മറ്റൊരു ടേം ഏതാ, ആർ സ്ക്വയർ. ഇവിടെ ആർ ക്യൂബും ഇവിടെ ഏതാ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തുനിന്നും ആർ സ്ക്വയറും കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ചുരുക്കത്തിൽ ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് ഉണ്ടാവുക, ഇവിടെ ഒരു 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്താൽ 1/3 പിന്നെ ഒരു പൈ പിന്നെ ഏതാ ആർ സ്ക്വയർ. ഇത് എല്ലാം കോമൺ ആണ് ഈ രണ്ടെണ്ണത്തിലും. എപ്പോഴും കോമൺ ടേംസ് പുറത്തെടുത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ടുള്ള ടേം പുറത്തേക്ക് എടുക്കുക. ബാക്കി ഇവിടെ ഉണ്ടാവുക ഏതാ ഒരു 2 ഉണ്ട് അല്ലേ.
ആർ ക്യൂബിലെ ആർ സ്ക്വയർ ആണ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ബാക്കി ഏതുണ്ടാവുക? ഒരു 6 ഉണ്ടായിരിക്കും. ആർ ക്യൂബിൽ നിന്ന് ആർ സ്ക്വയർ പുറത്തെടുത്താൽ ഒരു 6 ബാക്കി ഉണ്ടായിരിക്കും. പ്ലസ് 1/3 പൈ ആർ സ്ക്വയർ, അതെല്ലാം പുറത്ത് പോയി. ബാക്കി വാട്ട് വിൽ ബി റിമൈനിങ്? എച്ച് മാത്രമാണ് സെക്കൻഡ് ടേമിൽ ബാക്കി ഉണ്ടാവുള്ളൂ. സോ ദർ വിൽ ബി ഓൺലി എച്ച്. 2r പ്ലസ് എച്ച് അതായിരിക്കും ബാക്കി ഉണ്ടാവുക. ഇതിൽ 2r ബാക്കി ഇവിടെ ഉണ്ടാവും, ഇതിൽ എച്ച് മാത്രമേ റിമൈൻ ചെയ്യുള്ളൂ. സോ യു വിൽ ബി ഗെറ്റിംഗ് 1/3 പൈ ആർ സ്ക്വയർ ഇൻറ്റു 2r പ്ലസ് എച്ച്. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/3 ഇൻറ്റു പൈക്ക് വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല, അവർ പറയുന്നുണ്ട് വാല്യൂ ഓഫ് പൈ ആൻസറിൽ പൈയുടെ ഫോമുല എഴുതിയാൽ മതിയെന്ന്. അപ്പോൾ പൈ ക്യാൻ ബി റിട്ടൺ പൈ ഇറ്റ് സെൽഫ്. ആറിന് റേഡിയസിൻ്റെ വാല്യൂ അറിയാം, എത്രയാണ്? 1 ആണ്. അപ്പോൾ അത് 1 സ്ക്വയർ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 ഇൻറ്റു റേഡിയസ് ഏതാ? 1. അപ്പോൾ റേഡിയസ് പകരം 1 എന്ന് കൊടുത്തു. ഇവിടെ ഹൈറ്റ് തന്നെയാണ് റേഡിയസ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റും ഏത് തന്നെയായിരിക്കും വരിക? 1 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും വരിക. വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 1/3 ഇൻറ്റു പൈ ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് അറിയാം. 2 ഇൻറ്റു 1 2, 2 പ്ലസ് 1 വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 1/3 ഇൻറ്റു പൈ ഇൻറ്റു 1 എന്നുള്ളത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പൈ തന്നെ എഴുതാം. 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയായി? 3 ആയിട്ട് വരും. നൗ 3 and 3 ക്യാൻ ബി ക്യാൻസൽ. ഇവിടെ ഒരു 3 കിടക്കുന്നുണ്ട്, മുകളിൽ ഒരു 3 ഉണ്ട് അല്ലേ? രണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാക്കി ആൻസർ എന്ന് പറഞ്ഞാൽ ഏത് മാത്രമേ വരുള്ളൂ? പൈ എന്ന് മാത്രമായിരിക്കും വരിക. അപ്പോൾ ആൻസർ വരുമ്പോൾ എന്താ വരിക? പൈ. അതിൻ്റെ യൂണിറ്റ് ഏതായിരുന്നു? വോളിയാണ് അല്ലേ? വോളിയം എന്ന് പറഞ്ഞാൽ ഏതാ വരിക? സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ആൻസർ വരിക പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ദാറ്റ് വിൽ ബി ദ വോളിയം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ഹെമിസ്ഫിയറിൻ്റെ വോളിയം ഒരു കോണിൻ്റെ വോളിയം കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഫോർമുല കൊടുക്കുക. അതിൽ കോമൺ ആയിട്ടുള്ള ടേമിനെ പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ കോമൺ ടേം പുറത്തെടുത്തതിന് ശേഷം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് വിൽ ബി ഈസി. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ പൈ എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഐ ഷാൽ റീഡ് ഇറ്റ്. റേച്ചൽ, ആൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്, was asked to make a model shaped like a cylinder with 2 cones attached at its 2 ends by using a thin aluminum sheet. The diameter of model is 3 cm and its length is 12 cm. If each cone has a height of 2 cm, find the volume of air contained in the model that Rachel made. സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അറിയാം നമുക്കൊരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വളരെ ലെങ്തി ആയതുകൊണ്ട് വിഷമാണെന്ന് വിചാരിക്കേണ്ട. പ്രോപ്പറായിട്ട് പ്രോബ്ലം വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ ഹോൾ ചാപ്റ്റർ അത്ര ബുദ്ധിമുട്ടല്ല. പ്രോബ്ലം വായിച്ച് അതിലെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന പ്രോബ്ലംസ് ഉള്ളൂ. ഒരേ ഒരു കണ്ടീഷനുള്ളൂ, ഫോർമുല ദാറ്റ് യു മസ്റ്റ് നോ. ഫോർമുല അറിഞ്ഞാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു റോക്കറ്റ് ആണ് അല്ലേ? റോക്കറ്റ് ഏത് ഷേപ്പാണെന്ന് അവർ പറയുന്നുണ്ട്. ഒരു സിലിണ്ടർ, അതിൻ്റെ 2 എൻഡിലും ഓരോ കോൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഫോമിലാണ് ഒരു എൻഡിൽ ഒരു കോൺ, അടുത്ത എൻഡിൽ വേറൊരു കോൺ. ഈ ഫോമിലാണ് അത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 കോൺ 2 എൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫോമിലാണ് ഒരു റോക്കറ്റ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 3 ഫിഗേഴ്സ് ഉണ്ടെന്ന് പറയാം അല്ലേ? ഈ റോക്കറ്റിന് 3 പാർട്ട് ഉണ്ട്. ഒന്ന് ഏതാ? ഒരു കോൺ ഇവിടെയുണ്ട്, മിഡിലേതാ? ഒരു സിലിണ്ടർ, ഈ എൻഡിലേതാ? ഒരു കോൺ. അങ്ങനെ 2 കോണും ഒരു സിലിണ്ടറും കൂടി ജോയിൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ഫിഗർ. ഏതാ ഫിഗർ? നമ്മുടെ റോക്കറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇനി അതിൽ തന്നിട്ടുള്ള മെഷർമെൻറ്റ്സ് നമുക്കവിടെ നോട്ട് ചെയ്യാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കൂ. ദ ഡയാമീറ്റർ ഓഫ് ദ മോഡൽ ഈസ് 3 സെൻറ്റിമീറ്റർ. ഡയാമീറ്റർ ആണ് തന്നിട്ടുള്ളത്. എത്ര? ഡയാമീറ്റർ 3 സെൻറ്റിമീറ്റർ. And its length is 12 centimeter. ലെങ്ത് എന്ന് പറയുന്നത് റോക്കറ്റിൻ്റെ ലെങ്ത് ആണ്. റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ അല്ലേ? ഈ 2 എൻഡ്, ഇതാണ് റോക്കറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ 2 എൻഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ലെങ്ത് ആണ് തന്നിട്ടുള്ളത് 12 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോക്കറ്റ് ആണ് 12 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ഈച്ച് കോൺ ഹാസ് എ ഹൈറ്റ് ഓഫ് 2 സെൻറ്റിമീറ്റർ. കോണിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോണും സെയിം തന്നെയാണ്. ഈച്ച് കോൺ ഹാസ് സെയിം ഹൈറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കോണിൻ്റെ ഹൈറ്റും എത്ര തന്നെയായിരിക്കും വരിക? 2 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദ കോൺ ഈസ്
2 centimeter. Find the volume of air contained in the model that Rachel made. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താ? ടോട്ടൽ എത്ര വോളിയം ഓഫ് എയർ ആണ് ആ റോക്കറ്റിൽ ഉള്ളതെന്ന്. സോ വോളിയം ഓഫ് എയർ കണ്ടെയ്ൻഡ്, we can write the step like this. Volume of air contained in the model is equal to മോഡലിന് 3 പാർട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3 പാർട്സിൻ്റെ വോളിയം നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? വോളിയം നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഒരു സിലിണ്ടർ ഉണ്ട് അല്ലേ ആദ്യം. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ, മിഡിലൊരു സിലിണ്ടർ ആണ്, അപ്പോൾ അതിൻ്റെ വോളിയം പ്ലസ്, ഇനി ഏതാ വരിക? എത്ര കോണാണുള്ളത്? 2 കോണുണ്ട് അല്ലേ. സോ വാട്ട് യു ക്യാൻ റൈറ്റ്? 2 ഇൻറ്റു വോളിയം ഓഫ് കോൺ. 2 ഇൻറ്റു വോളിയം ഓഫ് കോൺ എന്ന് എഴുതാൻ കാരണം ഏതാ? 2 കോണുണ്ട് അല്ലേ, 2 എൻഡിൽ. അപ്പോൾ 2 കോണിൻ്റെ വോളിയം കൂടി ആകുമ്പോൾ 2 ഇൻറ്റു വോളിയം ഓഫ് കോൺ. അപ്പോൾ 2 കോണിൻ്റെ വോളിയം ഒരു സിലിണ്ടറിൻ്റെ വോളിയം കൂടി ആഡ് ചെയ്തതായിരിക്കും നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് എയർ കണ്ടെയ്ൻഡ് ഇൻ ദ എന്ത് പറയാം റോക്കറ്റ് അല്ലെങ്കിൽ ആ മോഡൽ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ വോളിയം ഓഫ് സിലിണ്ടർ നമുക്കറിയാം ഫോർമുല, സിലിണ്ടറിൻ്റെ ഫോർമുല ഏതാ? പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് 2 ഇൻറ്റു 2 കൂടി ഉള്ളത് അല്ലേ. വോളിയം ഓഫ് കോൺ, കോണിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല ഏതാ? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. വോളിയം സിലിണ്ടറും തമ്മിൽ കോണും സിലിണ്ടറും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. സിലിണ്ടറിൻ്റെ 1/3 ആയിരിക്കും ഏത് വരിക? കോണിൻ്റെ വോളിയം. അതാണ് പൈ ആർ സ്ക്വയർ എച്ച് ആണ് സിലിണ്ടർ എങ്കിൽ കോൺ ഏതാ വരിക? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ സ്മോൾ എച്ച് എന്നുള്ളതിന് പകരം ക്യാപിറ്റൽ എച്ച് എന്ന് നമുക്ക് എടുക്കാം. കാരണം ഇവിടെ 2 ഹൈറ്റ് ഉണ്ട്, 2 ഹൈറ്റും സെയിം അല്ല. അപ്പോൾ സിലിണ്ടറിൻ്റെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ എച്ച് എന്ന് എടുക്കാം. കോണിൻ്റെ ഹൈറ്റ് എന്തെടുക്കാം? സ്മോൾ എച്ച്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിലിണ്ടറിൻ്റെയും കോണിൻ്റെയും ഹൈറ്റ് സെയിം അല്ലാത്തതുകൊണ്ട് ഒരെണ്ണം ക്യാപിറ്റൽ എച്ച് എന്നും ഒരെണ്ണം എന്ത് ചെയ്യാം? സ്മോൾ എച്ച് എന്നും കൊടുക്കാണ്ട. റേഡിയസ് രണ്ടിൻ്റെയും സെയിം ആണ്, അപ്പോൾ 6 തന്നെ എടുത്താൽ മതി. ഇറ്റ് ഈസ് സെയിം. ഇനി ഇതിൽ കോമൺ ആയി വരുന്നത് പൈ ഉണ്ട് അല്ലേ രണ്ടിലും. ആ പൈ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. പിന്നെ ഏതൊക്കെയുള്ള? ആർ സ്ക്വയർ, അത് കോമൺ ആണ്, അത് നമുക്ക് പുറത്തെടുക്കാം. രണ്ടിൻ്റെയും റേഡിയസ് സെയിം ആണ്. സോ പൈ ആർ സ്ക്വയർ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ബാക്കി ഇവിടെ ഉണ്ടാവുക ഏതാ? എച്ച് അല്ലേ, ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ ഏതാ? ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ, അതാണ് ക്യാപിറ്റൽ എച്ച് കേട്ടോ. പ്ലസ് 2 ഇൻറ്റു 1/3 എന്ന് പറഞ്ഞാൽ ഏതാ? 2/3 അല്ലേ. 2 ഇൻറ്റു 1 2, 2/3 ബാക്കി ഉണ്ടാവും. പൈയും ആർ സ്ക്വയറും വി ടേക്കൺ ഔട്ട് സൈഡ്. വാട്ട് വിൽ ബി റിമൈനിങ്? സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ ഏതാ? കോണ് അല്ലേ. ഇനി ഇതിൽ ക്യാപിറ്റൽ എച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏതാ? ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ കിട്ടുക? ടോട്ടൽ ലെങ്ത് അല്ലെങ്കിൽ ടോട്ടൽ ഹൈറ്റ് എന്നൊക്കെ പറയാം എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. ആ 12 2 എൻഡിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഹൈറ്റ് എത്രയാണ് അല്ലെങ്കിൽ ലെങ്ത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ കോൺ. ഇവിടെ എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ദ കോൺ. അപ്പോൾ ലെഫ്റ്റിലും 2 സെൻറ്റിമീറ്റർ പോകണം, റൈറ്റിലും എന്ത് ചെയ്യണം? 2 സെൻറ്റിമീറ്റർ പോകണം അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര സെൻറ്റിമീറ്റർ ആയിരുന്നു മൈനസ് ചെയ്യേണ്ടി വരും? 4 സെൻറ്റിമീറ്റർ. ഇവിടുന്ന് 2 സെൻറ്റിമീറ്ററും ഇവിടുന്ന് 2 സെൻറ്റിമീറ്ററും മൈനസ് ചെയ്താൽ 12 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 8 സെൻറ്റിമീറ്റർ. അതായിരിക്കും ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ. സിലിണ്ടറിൻ്റെ ഹൈറ്റ് കാണാൻ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് 2 കോണിൻ്റെ ഹൈറ്റ് മൈനസ് ചെയ്യുക. 2 2 കൂടി എത്രയാണ്? 4, അത് മൈനസ് ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ് പൈ ആർ സ്ക്വയർ. നമുക്കിനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈയുടെ വാല്യൂ 22/7. റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റേഡിയസ് ഈസ് ഗിവൺ. ഡയാമീറ്റർ ആണ് 3 എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസ് നമുക്ക് വേണമെങ്കിൽ 3/2 എന്ന് എടുക്കാം അല്ലേ. സോ ഇറ്റ് വിൽ ബി 3/2 ഹോൾ സ്ക്വയർ. എന്നോട് ഞാൻ പറയാം, ഡയാമീറ്റർ ആണ് 3, അപ്പോൾ റേഡിയസ് ഏതാ വരിക? 3/2 ഹോൾ സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2/3 ഇൻറ്റു സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദ കോൺ ആണ് അല്ലേ. എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. 2 എന്ന് നമ്മൾ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 22/7 ഇൻറ്റു 3യുടെ സ്ക്വയർ എത്രയാണ്? 9. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 അല്ലേ. 9/4 ആയി സ്ക്വയർ ചെയ്യുമ്പോൾ. ബാക്കി ഉണ്ടാവുക 8 പ്ലസ് 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആയി അല്ലേ. 4/3 എന്നായി. 8 പ്ലസ് 4/3.
നമുക്കിവിടെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യണം അല്ലേ. ഈ എൻഡിൽ നമുക്ക് ചെയ്യാം. സിംപ്ലിഫിക്കേഷൻ ഇവിടെ ചെയ്യുകയാണെങ്കിൽ 22/7 ഇൻറ്റു 9/4 അത് അതുപോലെ തന്നെ എഴുതി. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എൽ സി എടുക്കാം. 8 എന്ന് പറഞ്ഞാൽ 8/1 ആണെന്ന് പറയാം അല്ലേ. 3നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ എന്താ വരിക? 3 × 8 എത്രയായിരിക്കും വരിക? 24. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ നമ്മൾ ചെയ്യണത്. 1 × 4 എത്രയാ? 4 ഡിവൈഡഡ് ബൈ 1 × 3 ഏതാ? 3 ചെയ്തത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 8 24, 1 × 4 4, 3 × 1 3. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് എൽ സി എടുക്കുകയാണ് ചെയ്യണം ബ്രാക്കറ്റിൽ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് അതിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 22/7 ഇൻറ്റു 9/4 ഇൻറ്റു 24ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ എത്രയായി? 28/3 എന്നായി അല്ലേ. ഇനി നമുക്കിതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് ഉണ്ട്. 3 9ൽ കട്ട് ചെയ്യാം, എത്ര ടൈംസാ? 3 ടൈംസ്. 7 28ൽ കട്ട് ചെയ്യാം, എത്ര ടൈംസാ? 4. 4 and 4 can be cancelled. അപ്പോൾ 7 28ൽ 4 ടൈംസ്, 4ഉം 4ഉം കൂടി ക്യാൻസൽ ചെയ്യാം. 3 9ൽ 3 ടൈംസ്. വാട്ട് വിൽ ബി റിമൈനിങ്? 22 × 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 66. നമ്മുടെ യൂണിറ്റ് ഏതാ? സെൻറ്റിമീറ്റർ. അപ്പോൾ ഫൈനൽ ആൻസർ ഏതായിരിക്കും വരിക? 66 cm3. That will be the answer. സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, ഫിഗർ കാണുമ്പോൾ കോംപ്ലിക്കേഷൻ തോന്നാം നമുക്ക്, പക്ഷേ എത്രയ്ക്കേ ഉള്ളൂ കാര്യം. ഒരു സിലിണ്ടറും 2 എൻഡിൽ ഏതാ? ഓരോ കോണും. അപ്പോൾ ആ ടോട്ടൽ വോളിയം നമ്മൾ കണ്ടുപിടിക്കുക. സിലിണ്ടറിൻ്റെ കൂടെ 2 കോണിൻ്റെ വോളിയം കൂടി ആഡ് ചെയ്യുക. കോമൺ ടേം പുറത്തെടുക്കുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, then you will get the answer. സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. A gulab jam contains sugar syrup up to about 30% of its volume. Find approximately how much syrup would be found in 45 gulab jams, each shaped like a cylinder with 2 hemispherical ends with length 5 cm and diameter 2.8 cm. ഒരല്പം എന്താ പറയുക, കോംപ്ലിക്കേഷൻ കാൽക്കുലേഷനിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കുറേ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അത് മാത്രമാണ് ഈ പ്രോബ്ലത്തിലുള്ള ഒരു ചെറിയൊരു ഡിഫിക്കൽറ്റി. കാരണം അവർ പറഞ്ഞിട്ടുള്ള സിംപ്ലി വോളിയം കണ്ടുപിടിക്കാനല്ല അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ആദ്യം ഗുലാബ് ജാമിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. ഒരു ഗുലാബ് ജാമിൻ്റെ വോളിയം എത്രയാണെന്ന് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി എത്ര ഗുലാബ് ജാംസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 45 ഗുലാബ് ജാംസ് ഉണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? 45 ഗുലാബ് ജാംസിൻ്റെ വോളിയം നെക്സ്റ്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം എത്ര പെർസെൻറ്റേജ് ആണ് ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള 30% ഷുഗർ സിറപ്പ് ഉണ്ടെന്ന് പറയണം. അപ്പോൾ അതിൻ്റെ 30% നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കാൽക്കുലേഷൻ നമ്മൾ വോളിയം കണ്ടുപിടിക്കണം, 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതിൻ്റെ 30% കണ്ടുപിടിക്കണം. അപ്പോഴാണ് എന്ത് കിട്ടുക? ഷുഗർ സിറപ്പിൻ്റെ വോളിയം നമുക്ക് കിട്ടുക. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വോളിയം ഓഫ് ഷുഗർ സിറപ്പാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഈച്ച് എൻഡ്സ് വിത്ത് ലെങ്ത് ഓഫ്, അതിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര ഷുഗർ സിറപ്പ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വോളിയം ഓഫ് ഷുഗർ സിറപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായി? അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ചെയ്യാൻ നമ്മൾ മുമ്പ് ചെയ്ത പോലെ നമ്മൾ ഏരിയയിൽ ഷുഗർ ഒരു ക്യാപ്സൂളിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഈ ഷുഗർ സിറപ്പും അതേ ഫോമിൽ തന്നെയാണ് വരിക. ഗുലാബ് ജാം, ഷുഗർ സിറപ്പ് അല്ല, ഗുലാബ് ജാമും ഇതേ ഫോമിൽ തന്നെയാണ് വരിക. നോക്കൂ, ഒരു ഗുലാബ് ജാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം അല്ലേ. 2 എൻഡും എന്താന്ന് പറയാം? ഓരോ ഹെമിസ്ഫിയർ ജോയിൻ ചെയ്താന്ന് പറയാം. സോ ഇതൊരു ഗുലാബ് ജാം ആണെന്ന് അസ്യൂം ചെയ്യാം നമുക്ക്. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു എൻഡിൽ ഒരു ഹെമിസ്ഫിയർ ഉണ്ടാവും, അപ്പുറത്തെ എൻഡിലും ഒരു ഹെമിസ്ഫിയർ ഉണ്ടാവും അല്ലേ. ഇങ്ങനെ 2 ഹെമിസ്ഫിയർ കൂടി ജോയിൻ ചെയ്തതാണ് നമ്മുടെ ഗുലാബ് ജാം എന്ന് പറയുന്നത്. മുമ്പ് ഏരിയ കാണാനായിട്ടൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതായിരുന്നു ഒരു ക്യാപ്സൂളിൻ്റെ കേസ് പറഞ്ഞിരുന്നു. അതേപോലത്തെ ഫിഗർ തന്നെയാണ്. മിഡിലിൽ ഒരു സിലിണ്ടറും 2 എൻഡിൽ ഹെമിസ്ഫിയറും കൂടി ചേർന്നതാണ് നമ്മുടെ ഗുലാബ് ജാം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിനെ 3 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, 3 പാർട്സ് ആയിട്ട്. ഒന്നേതാ? ഒരു ഹെമിസ്ഫിയർ, ഇതേതാ? സിലിണ്ടർ, എഗെയിൻ എ ഹെമിസ്ഫിയർ. ഇതിൻ്റെ വോളിയം കൂടി ആഡ് ചെയ്താലാണ് നമുക്ക് വോളിയം ഓഫ് എ ഗുലാബ് ജാം കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എഴുതാം. വോളിയം ഓഫ് ഗുലാബ് ജാം
A gulab jam is equal to വോളിയം ഓഫ് എ ഗുലാബ് ജാം ഈസ് ഈക്വൽ ടു എന്താണ് നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ 3 ഫിഗേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഏതാ വോളിയം ഓഫ് എ സിലിണ്ടർ മിഡിൽ അല്ലേ വോളിയം ഓഫ് എ സിലിണ്ടർ പ്ലസ് ഫസ്റ്റ് പാർട്ട് ഏതാ ഫസ്റ്റ് എൻഡ് എന്ന് പറയുന്നത് ഒരു ഹെമിസ്ഫിയർ ഇവിടെ ഏതാ ഒരു ഹെമിസ്ഫിയർ അപ്പോൾ എത്ര ഹെമിസ്ഫിയർ ഉണ്ട് 2 ഹെമിസ്ഫിയർ സോ 2 ഇൻറ്റു വോളിയം ഓഫ് ഹെമിസ്ഫിയർ അങ്ങനെ പറയാം 2 ഹെമിസ്ഫിയർ കൂടി ചേർന്നതാണ് 2 എൻഡ് ഒരു എൻഡിൽ ഒരു ഹെമിസ്ഫിയർ ആ അപ്പുറത്തെ എൻഡിലും ഒരു ഹെമിസ്ഫിയർ അപ്പോൾ ടോട്ടൽ എത്ര ഹെമിസ്ഫിയർ ഉണ്ട് 2 ഹെമിസ്ഫിയർ നമ്മൾ ഏരിയയിൽ ചെയ്ത പോലെ തന്നെ 2 ഹെമിസ്ഫിയർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിഗർ എന്തായി മാറും നമുക്കറിയാം 2 ഹെമിസ്ഫിയർ ജോയിൻ ചെയ്താൽ അത് എന്തായി മാറും ഒരു സ്ഫിയർ ആയിട്ട് മാറും അല്ലേ അപ്പോൾ സം ഓഫ് 2 ഹെമിസ്ഫിയർ ക്യാൻ ബി റിട്ടൺ ആസ് 1 സ്ഫിയർ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം വോളിയം ഓഫ് എ സിലിണ്ടർ പ്ലസ് 2 ഹെമിസ്ഫിയർ എന്നതിന് പകരം എന്ത് എഴുതാം വോളിയം ഓഫ് എ സ്ഫിയർ എന്ന് പറയാം 2 ഹെമിസ്ഫിയർ കൂടിയിട്ട് എന്ത് എഴുതാം ഒരു സ്ഫിയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം നെക്സ്റ്റ് സ്റ്റെപ്പിൽ അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് സിലിണ്ടർ കാണാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം ഏതാ ഫോർമുല പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് വോളിയം ഓഫ് എ സ്ഫിയർ കാണാനായിട്ടുള്ള ഫോർമുല എന്തായിരുന്നു 4/3 പൈ ആർ ക്യൂബ് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഏതാണ് വരുന്നത് പൈ ഈസ് കോമൺ അല്ലേ പൈ നമുക്ക് പുറത്തെടുക്കാം ഈ രണ്ട് ടേമിലും ആർ സ്ക്വയർ ഉണ്ട് അല്ലേ ആർ സ്ക്വയറും കോമൺ ആയിട്ട് പുറത്തെടുക്കാം അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതാണ് ഹാഫ് ഓഫ് ഡയാമീറ്റർ ഈ പാർട്ടായിരിക്കും വരിക ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെയുള്ള പോർഷൻ ആയിരിക്കും വരും സോ പൈ ആർ സ്ക്വയർ ഇൻറ്റു വാട്ട് വിൽ ബി റിമൈനിങ് എച്ച് പ്ലസ് ഇവിടെ ഒരു എച്ച് ഉണ്ടായിരിക്കും അല്ലേ പ്ലസ് ബാക്കി ഇവിടെ ഒരു 4/3 ഉണ്ടായിരിക്കും പൈ ആർ ക്യൂബിലെ പൈ ആർ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കി അവിടെ ഒരു ആർ ഉണ്ടായിരിക്കും സോ 4/3 ആർ വിൽ റിമെയിൻ അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എച്ച് പ്ലസ് 4/3 ആർ ഇത്രയും പാർട്ടായിരിക്കും ഉണ്ടായിരിക്കും ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വാല്യൂസ് ഏതാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കൂ ഈച്ച് ഷേപ്പ് ലൈക്ക് എ സിലിണ്ടർ വിത്ത് 2 ഹെമിസ്ഫിരിക്കൽ ലെൻസ് വിത്ത് ലെങ്ത് 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എൻഡ് 2 എൻഡ് തന്നിട്ടുള്ള 2 എൻഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 2 എൻഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക 5 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ഗുലാബ് ജാം എന്ന് പറയുന്നത് എത്രയാണ് 5 സെൻറ്റിമീറ്റർ ആണ് ഡയാമീറ്റർ ഈസ് 2.8 സെൻറ്റിമീറ്റർ ടോട്ടൽ ഡയാമീറ്റർ 2.8 ആണ് നമുക്കറിയാം റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും വരിക 2.8ൻ്റെ ഹാഫ് നമുക്ക് വേണ്ടത് ഇനി സിലിണ്ടറിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെയുള്ള ലെങ്ത് ആണ് 5 സെൻറ്റിമീറ്റർ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് എച്ച് കണ്ടുപിടിക്കാനായിട്ട് എച്ച് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ എത്രയാണ് ലെങ്ത് 5 അതിൽ നിന്ന് ഇവിടേക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നമ്മളൊരു ലൈൻ വരച്ചാൽ ഇത് ഏതായിരിക്കും റേഡിയസ് ആണ് അല്ലേ സെൻറ്റർ എന്ന് വരയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് തന്നെയായിരിക്കും വരിക റേഡിയസ് അപ്പോൾ ഇവിടെയും റേഡിയസ് ഉണ്ടായിരിക്കും ഇവിടെ ഏതായിരിക്കും വരിക റേഡിയസ് രണ്ടും റേഡിയസ് തന്നെ ആയിരിക്കും വരിക അപ്പോൾ ഈ റേഡിയസും നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യണം അപ്പോൾ എത്ര റേഡിയസ് മൈനസ് ചെയ്യണം 2 റേഡിയസ് എന്ന് പറയാം അല്ലേ വിച്ച് വിൽ ബി ഈക്വൽ ടു 5 മൈനസ് ഡബിൾ ഓഫ് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ ഡയാമീറ്റർ ആണെന്ന് പറയാം അപ്പോൾ 5 മൈനസ് ഡയാമീറ്റർ മൈനസ് ചെയ്താൽ മതി അപ്പോൾ 2 റേഡിയസ് മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഒരു ഡയാമീറ്റർ മൈനസ് ചെയ്താൽ മതി ഒരു ഡയാമീറ്റർ എന്ന് പറയുന്നത് എത്ര ഇവിടെ തന്നിട്ടുള്ളത് 2.8 അപ്പോൾ 5 മൈനസ് എന്ത് മൈനസ് ചെയ്താൽ മതി 2.8 5 നിന്ന് 2.8 മൈനസ് ചെയ്താൽ എത്രയായിരിക്കും വരിക 2.2 സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ നിങ്ങൾക്ക് 2.2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഇനി കിട്ടിയത് ടോട്ടൽ ലെങ്ത് നിന്ന് 2 റേഡിയസ് മൈനസ് ചെയ്തു 2 റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏതാ ഡയാമീറ്റർ അത് മൈനസ് ചെയ്തപ്പോൾ ഹൈറ്റ് കിട്ടി ഇനി അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 22/7 ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ ഡയാമീറ്റർ ആണ് അല്ലേ ഡയാമീറ്റർ 2.8 ആണ് അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് അതിൻ്റെ ഹാഫ് ആയിരിക്കും 2.8ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 1.4 അല്ലേ by 2 അതായത് 1.4
ഹോൾ സ്ക്വയർ എന്ന് പറയാം റേഡിയസ് സി ഇൻറ്റു എച്ച്. വട്ട് ഈസ് എച്ച്? വി ഹാവ് 2.2. ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ആണ് എച്ച് 2.2 പ്ലസ് 4/3 ഇൻറ്റു റേഡിയസ് അഗെയിൻ വാട്ട് ഇറ്റ് ഈസ് 1.4. പൈക്ക് 22/7 എന്ന് കൊടുത്തു, റേഡിയസിൻ്റെ വാല്യൂ 1/4 എഴുതി, സ്ക്വയർ അതുപോലെ എഴുതി. എച്ചിന് 2.2 4/3 ഇൻറ്റു റേഡിയസ് 1.4. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? 22/7 ഇൻറ്റു 1.4 സ്ക്വയറിനെ വേണമെങ്കിൽ 1.4 ഇൻറ്റു 1.4 അങ്ങനെ എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ, സ്ക്വയർ ആയതുകൊണ്ട്. ഇൻറ്റു 2.2 പ്ലസ് 4 ഇൻറ്റു 1.4. 14 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 56 അല്ലേ. അപ്പോൾ 5.6 എന്ന് എഴുതാം നമുക്ക്, ഡിവൈഡഡ് ബൈ 3. 4നെ 1.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5.6 ആണ് വരിക. 5.6 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഡെസിമൽ ആയതുകൊണ്ട് ഒരു അല്പം കോംപ്ലിക്കേഷൻ ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. കാരണം ഇവിടെയൊക്കെ ഡെസിമൽ നമ്പേഴ്സ് ആണ് വരണത്. അത്രയും ഈസി ആയിട്ട് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എങ്കിലും നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം വിത്തൗട്ട് മിസ്റ്റേക്ക്. നോക്കൂ, ഇത് നമ്മൾ ഫർദർ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. 22/7 അതുപോലെ തന്നെ എഴുതി ഇൻറ്റു 1.4 ഇൻറ്റു 1.4. ഞാനിപ്പോൾ അതൊന്നും സിംപ്ലിഫൈ ചെയ്യണില്ല, അവസാനം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇൻറ്റു 2.2 ബ്രാക്കറ്റിലുള്ളത് 2.2 പ്ലസ് 5.6/3. ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ LC എടുക്കാം അല്ലേ. അപ്പോൾ 2.2ൻ്റെ അടിയിൽ ഏതുണ്ടെന്ന് വിചാരിക്കാം? 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ആണ്. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ LC എടുക്കാൻ പോവാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ച്. 2.2 ഇൻറ്റു 3 അതാണ് വരിക. 2.2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതാ വരിക? 6.6 ആവും. 3 ഇൻറ്റു 2.2 അതാണ് ഞാൻ ചെയ്തത് കേട്ടോ. പ്ലസ് 1 ഇൻറ്റു 5.6 that will be 5.6 itself divided by 1നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതായി? 3 അല്ലേ. അപ്പോൾ അവിടെ LC എടുക്കുമ്പോൾ എങ്ങനെ LC എടുത്ത്? 3 ഇൻറ്റു 2.2 പ്ലസ് 1 ഇൻറ്റു 5.6 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 3. നെക്സ്റ്റ് സ്റ്റെപ്പിൽ തന്നെ 22/7 ഇൻറ്റു 1.4 ഇൻറ്റു 1.4 ഇൻറ്റു 6.6 പ്ലസ് 5.6 നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം 12.2 എന്ന് വരും. ഡിവൈഡഡ് ബൈ 3 ആഡ് ചെയ്ത് നോക്കൂ. 6.6 പ്ലസ് 5.6 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 12.2 എന്ന് വരും കേട്ടോ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 12.2 ഡിവൈഡഡ് ബൈ 3 അതായിരിക്കും ആ ടേം വരിക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 12.2നെ 3 കൊണ്ട് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റില്ല. വേണമെങ്കിൽ 7 ഇവിടെ ക്യാൻസൽ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. തൽക്കാലം ഞാൻ ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ഇപ്പോൾ ചെയ്യണില്ല, കാരണം ഇത് ആൻസർ ആവില്ല. വാട്ട് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്, എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇതൊരു ഗുലാബ് ജാമിൻ്റെ വോളിയാണെങ്കിൽ എത്ര ഗുലാബ് ജാം ഉണ്ടെന്ന് പറയണേ? 45 ഗുലാബ് ജാം അല്ലേ. അപ്പോൾ ആ 45 ഗുലാബ് ജാമിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ ഇതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 45 ഗുലാബ് ജാം കൊണ്ട് 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബാണ് നമുക്ക് എന്ത് വരിക? വോളിയം ഓഫ് എ ഗുലാബ് ജാം. ഞാൻ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാണെങ്കിൽ 22 ഇൻറ്റു 1.4 ഇൻറ്റു 1.4 ഇൻറ്റു 12.2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഒരുമിച്ച് എഴുതിയെന്നുള്ളൂ കേട്ടോ. 7 ഇൻറ്റു 3 ന്യൂമറേറ്ററുകളൊക്കെ ഒരുമിച്ച് എഴുതി, ഡിനോമിനേറ്റർ ഒരുമിച്ച് എഴുതി. അത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും വോളിയം ഓഫ് എ ഗുലാബ് ജാം കിട്ടുക. ഇതിനെ ഞാൻ ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യണില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ടൊക്കെ ഡെസിമലാണ്, കൂടുതൽ കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. അതിനേക്കാൾ എളുപ്പത്തിൽ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മുടെ ആൻസർ ആയിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? 45 ഗുലാബ് ജാമിൻ്റെ വോളിയം കാണണം. അത് കഴിഞ്ഞാൽ 30% എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് മാത്രമേ അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ നമ്മൾ ചെയ്യണുള്ളൂ. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താ? വോളിയം ഓഫ് എ ഗുലാബ് ജാം. അത് ക്ലിയർ ആവണം കേട്ടോ. വോളിയം ഓഫ് എ ഗുലാബ് ജാം ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള വോളിയം. ഇനി ഇങ്ങനെ എത്ര വോളിയം ഗുലാബ് ജാം ഉണ്ട്? 45 അല്ലേ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എഴുതാണ് വോളിയം ഓഫ് 45 ഗുലാബ് ജാം ഈസ് ഈക്വൽ ടു എത്ര?
ഗുലാബ് ജാമാണ് നമുക്ക് തന്നിട്ടുള്ളത്? 45 ഗുലാബ് ജാമാണ്. അപ്പോൾ 45 ഗുലാബ് ജാമിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഗുലാബ് ജാമിൻ്റെ വോളിയം 5 ആണെങ്കിൽ അല്ലെങ്കിൽ 2 ആണെങ്കിൽ 45 ഗുലാബ് ജാമിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? 2 × 45 അങ്ങനെയല്ല നമ്മൾ എഴുതുക. ഇതേപോലെ തന്നെ ഒരു ഗുലാബ് ജാമിൻ്റെ വോളിയം എന്ന് പറയുന്നതാണ് ഇത്. അതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം വരും? 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 45 ഗുലാബ് ജാമിൻ്റെ വോളിയം കിട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് ഞാനിപ്പോൾ സിംപ്ലിഫൈ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അവസാനത്തെ സ്റ്റെപ്പിൽ കട്ട് ചെയ്ത് പോണ കുറേ ടേംസ് ഉണ്ടാവും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആവും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് സിംപ്ലിഫൈ ചെയ്യാത്തത് കേട്ടോ. 22 × 1.4 × 1.4 × 12.2 ഡിവൈഡഡ് ബൈ 7 × 3. ഇത്രയാണ് ഒരു ഗുലാബ് ജാമിൻ്റെ വോളിയം. അങ്ങനെ എത്ര ഗുലാബ് ജാം ഉണ്ട്? 45. അപ്പോൾ നമുക്കിതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? ഇനി വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 45ൽ കട്ട് ചെയ്യാം. എത്രയാണ്? 15 ടൈംസ് അല്ലേ? അപ്പോൾ 45 ഗുലാബ് ജാമിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇത്രയായിരിക്കും വരിക. ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? 45 ഗുലാബ് ജാമിൻ്റെ വോളിയം അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? അവർ പറഞ്ഞിട്ടുള്ളത് ഇതാണ്, 30% ആണ് എന്തുള്ള ഷുഗർ സിറപ്പ് ഉണ്ട്, അതിൻ്റെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഷുഗർ സിറപ്പ് എത്രയാണ് ഉള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വോളിയം ഓഫ് ഷുഗർ സിറപ്പ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഷുഗർ സിറപ്പ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഈസ് ഈക്വൽ ടു ഇതാണ് നമ്മുടെ ടോട്ടൽ വോളിയം. അതിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത്? 30%. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂവിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും വരിക? 30%. ഈ വാല്യൂസ് ഞാനിവിടെ സിംപ്ലിഫൈ ചെയ്യാത്തതിൻ്റെ കാരണം നമുക്കിനി 30% കൂടി കണ്ടുപിടിക്കണം. അപ്പോഴാണ് ഫൈനൽ ആൻസർ കിട്ടുക. അപ്പോൾ അവിടെ കട്ട് ചെയ്ത് പോണ ചില ടേംസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സിംപ്ലിഫൈ ചെയ്യാഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരും. 22 × എത്രയാണ് നമുക്കുണ്ടായിരുന്നത്? 1.4 × 1.4 × 12.2 × ഇവിടെ ബാക്കി ഉണ്ടാവുക 15 ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ 3 കട്ട് ചെയ്ത് പോയാൽ ബാക്കി അവിടെ എത്ര ഉണ്ടാവുക? 7. ഇതാണ് 45 ഗുലാബ് ജാമിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഈ വാല്യൂ ആണ്. ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഷുഗർ സിറപ്പ്? 30% അല്ലേ? അപ്പോൾ ഇതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 30 ഡിവൈഡഡ് ബൈ 100. പെർസെൻറ്റേജ് എങ്ങനെ ചേഞ്ച് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യേണ്ട എത്രയാണ്? 30/100. അങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇൻറ്റു 30% ആണ് ഇതിൻ്റെ ഷുഗർ സിറപ്പ് എങ്കിൽ ഇതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 30/100. 100 എടുക്കാൻ കാരണം പെർസെൻറ്റേജ് ആയതുകൊണ്ടാണ് കേട്ടോ 30% എന്ന് പറഞ്ഞത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് കിട്ടുക നോക്കൂ. ഇവിടെ 22 ഉണ്ട് അല്ലേ? ഇൻറ്റു 1.4 × 1.4 × 12.2 × 15 × ഈ 0 നമുക്കിവിടെ കട്ട് ചെയ്ത് കളയാം. 15 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 എത്രയാണ് വരിക? ഡിവൈഡഡ് ബൈ ഇവിടെ എന്തൊരു കിടക്കുന്നുണ്ട്? 7 ഉണ്ട്. ഇവിടെ ഏതാ വരുന്നത്? ഒരു 10 ഉണ്ട് അല്ലേ? അപ്പോൾ 7 × 10 ഇത്രയാണ് വരിക. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാൻ, പക്ഷേ അത് ബുദ്ധിമുട്ടാണ് ഡെസിമൽ ആയതുകൊണ്ട്. പിന്നെ വീണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ നമുക്ക് ഏറ്റവും അവസാനം മാത്രം ചെയ്താൽ മതി, അതാണ് എളുപ്പം. അപ്പോൾ ഒറ്റയടിക്ക് നമുക്കത് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, ആദ്യം സിംപ്ലിഫൈ ചെയ്യാതെ. കാരണം അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് പോകുന്ന ടേംസ് ഇല്ല, അതുകൊണ്ടാണ്. നെക്സ്റ്റ് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഒരു ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് ഉണ്ട് അല്ലേ? ഇവിടെയും ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉണ്ട്, ഇവിടെയും ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് ന്യൂമറേറ്ററിൽ? 3. അപ്പോൾ നമുക്ക് ഡെസിമൽ മാറ്റാൻ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പോൾ മുകളിലും അടിയിലും ഞാൻ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ? 1000. എന്താ 1000 എടുക്കാൻ 1000 എടുക്കാൻ കാരണം 3 ഡിജിറ്റ്സ് ഉണ്ട് ഡെസിമൽ കഴിഞ്ഞിട്ട്, 3 ഡിജിറ്റ്സ് അതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ 22 × 1.4 ഞാൻ തൽക്കാലം എങ്ങനെ തന്നെ എഴുതാം? 1.4 × 1.4 × 12.2 × 45 ഡിവൈഡഡ് ബൈ 7 × 10. ഇനി മുകളിലും അടിയിലും ഞാൻ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? 1000 കൊണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡെസിമൽ കളയാനായിട്ട് അല്ലേ? അപ്പോൾ ന്യൂമറേറ്റർ നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എന്ത് ചെയ്യണം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതുപോലെ വരും കേട്ടോ. ഞാൻ പറഞ്ഞൊരു അല്പം ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, കാൽക്കുലേഷൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഇനി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 22 × 1.4നെ
ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 ആയി. 1.4നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 ആയി. 12.2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര 122 ആയി അല്ലേ, ഇൻറ്റു 45. അതായത് ഞാൻ 1000 കൊണ്ട് ഈ ടേംസിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ മാറി. ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 10 ഇൻറ്റു 1000. ഇനി നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്നത് ചെയ്യാം. 7 14ൽ കട്ട് ചെയ്യാം അല്ലേ, എത്ര ടൈംസാ 2. അപ്പോൾ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ബാക്കി ഉണ്ടാവുക 22 ഇൻറ്റു 2 ഇൻറ്റു 14 ഇൻറ്റു 122 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 1000 എന്ന് പറഞ്ഞാൽ എത്രയായി 10,000 ആയി അല്ലേ. വേണമെങ്കിൽ നമുക്കിവിടെ 2 കൊണ്ടൊക്കെ സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ 5 കൊണ്ട് കട്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് എളുപ്പം. കാരണം 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഈസിയാണ്. 4 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് നീക്കിയിട്ട് ഡെസിമൽ ഇട്ടാൽ പോരെ. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യാൻ, ന്യൂമറേറ്ററിനെ എല്ലാറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കട്ട് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും എളുപ്പം അതാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 22 ഇൻറ്റു 2 44 ഇൻറ്റു 14 122 ഇൻറ്റു 45. 22 ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ, ഡിവൈഡഡ് ബൈ 10,000. 44നെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 44 ഇൻറ്റു 14 എന്ന് പറഞ്ഞാൽ 616 എന്ന് വരും അല്ലേ. ആദ്യത്തെ ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 616 എന്നാവും. 44 ഇൻറ്റു 14 122 ഇൻറ്റു 45 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 610 അല്ലേ. 4 ഇൻറ്റു 2 8, 4 ഇൻറ്റു 2 8, 4 0 9 എത്രയുടെ 5490 അതായിരിക്കും നിങ്ങൾക്ക് വരിക. 122 ഇൻറ്റു 44 5490 ഡിവൈഡഡ് ബൈ എത്ര വരുന്നത് 10,000 അല്ലേ. ഇത് നമുക്ക് ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അതിനേക്കാൾ മുന്നേ ഒരു 0 വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം അല്ലേ. രണ്ടിലും കോമൺ ആയിട്ട് 0 വരുന്നില്ല, കട്ട് ചെയ്ത് കളയാം. ബാക്കി ഉണ്ടാവുക 616 ഇൻറ്റു 549. കുറച്ച് ബിഗർ നമ്പറാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into 6 2. ഇങ്ങനെയാണ് വരുന്നത്. 338,184 അതാണ് ടേം വരിക. 338,184. ഇനി അതിനെ ഏതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 1000 കേട്ടോ. ഒരു 0 അവിടെ കട്ട് ചെയ്ത് പോയി, ഇനി 1000 ഉള്ളൂ. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈസിയാണ്. 3 ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് നീക്കിയാൽ പോരെ. 338.184 അപ്രോക്സിമേറ്റ്ലി 18 എന്ന് എടുക്കാം അല്ലേ. 84 എന്ന് പറയാം. അത്രയും സെൻറ്റിമീറ്റർ. ഏതായിരുന്നു യൂണിറ്റ്? സെൻറ്റിമീറ്റർ ക്യൂബ്. അല്ലെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് 338 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് നമുക്ക് പറയാം. ഇവിടെ വേണമെങ്കിൽ റൗണ്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ, കാരണം ഷുഗർ സിറപ്പിൻ്റെ വോളിയല്ലേ പറയണത്. അപ്പോൾ 338 സെൻറ്റിമീറ്റർ ക്യൂബ് ഷുഗർ സിറപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. 338 അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ കുറച്ച് കാൽക്കുലേഷൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്, ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഡെസിമൽ നമ്പേഴ്സ് വരും, അത്ര ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം ഇങ്ങനെയാണ്. ആദ്യം സിംപ്ലിഫൈ ചെയ്യാതെ ആദ്യം വോളിയം ഓഫ് എ ഗുലാബ് ജാം കണ്ടുപിടിക്കുക. അതിനെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 45 ഗുലാബ് ജാമിൻ്റെ വോളിയായി. അതിൻ്റെ 30% എന്ന് പറയുമ്പോൾ ഇൻറ്റു 30/100. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. അല്ലാതെ ഒരു ഗുലാബ് ജാമിൻ്റെ വോളിയം കാണാനായിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പോയാൽ കോംപ്ലിക്കേഷൻ കൂടും, ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി. അല്പം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ എക്സസൈസിലെ. അത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടി ഈസിയാണ്. 4th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ പെൻ സ്റ്റാൻഡ് മെയ്ഡ് ഓഫ് wood is in the shape of a cuboid with 4 conical depression by hole pens. The dimensions of the cuboid are 15 cm by 10 cm by 3.5 cm. Radius of each of the depression is 0.5 cm and depth is 1.4 cm. Find the volume of wood in the entire stand. ക്വസ്റ്റ്യനിൽ പറയുന്നത്, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല.
ഫിഗർ തന്നിട്ടുള്ളത് ഒരു പെൻ സ്റ്റാൻഡാണ് അല്ലേ. പെൻ സ്റ്റാൻഡ് ഏത് ഷേപ്പിലാണെന്ന് പറയണേ? ഒരു ക്യൂബോയിഡിൻ്റെ ഷേപ്പിലുള്ള ഒരു പെൻ സ്റ്റാൻഡാണെന്ന് പറയണം. അതിൽ എത്ര കോണിക്കൽ ഡിപ്രഷനാണ് കട്ട് ചെയ്ത് പോണത്? 4 കോണിക്കൽ ഡിപ്രഷൻ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. ഒരേപോലത്തെ 4 കോണിക്കൽ ഡിപ്രഷൻ വി ആർ കട്ടിങ്. സോ ഓരോ പെന്ന് വയ്ക്കാനായിട്ട് ഫോർ പെൻസ് അല്ലേ, 4 പെൻ ഹോൾഡേഴ്സ് വെക്കാനായിട്ട്. അപ്പോൾ 4 കോണിക്കൽ ഡിപ്രഷനാണ് നമുക്കുള്ളത്. 4 കോണിക്കൽ ഡിപ്രഷൻ. ഒന്ന് ഇതാണ്, ഒന്ന് ഇത് കോണിക്കൽ ഡിപ്രഷൻ, നെക്സ്റ്റ് ഇതായിരിക്കും, ആൻഡ് ഫോർത്ത് വൺ ഈസ് ദിസ് വൺ. അപ്പോൾ ഇത്രയും കോണുകളുടെ വോളിയം ആ ക്യൂബിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്യൂബോയിഡിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോഴാണ് ബാക്കി റിമൈനിങ് വോളിയം കിട്ടുക അല്ലേ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്? വോളിയം ഓഫ് വുഡ് ഇൻ ദ എൻറ്റയർ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻ സ്റ്റാൻഡിൽ നമുക്കുള്ള ടോട്ടൽ വോളിയം റിമെയിൻ ചെയ്യുന്നത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വോളിയം ഓഫ് പെൻ സ്റ്റാൻഡ് ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണോ, ഐ മീൻ ആ ക്യൂബോയിഡ് എത്രയാണോ, അതിൽ നിന്ന് 4 കോണിൻ്റെ വോളിയം നമ്മൾ എന്ത് ചെയ്യണം? കോണിക്കൽ ഡിപ്രഷൻ്റെ വോളിയം മൈനസ് ചെയ്യണം. അതായിരിക്കും ബാക്കി ഉണ്ടാവുന്ന വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആദ്യം വോളിയം ഓഫ് ക്യൂബോയിഡ് കണ്ടുപിടിക്കണം. അതിൽ നിന്ന് എത്ര കോൺ ഇവിടെ ഉണ്ട്? കോണിക്കൽ ഡിപ്രഷൻ 4 കോണിക്കൽ ഡിപ്രഷൻ അല്ലേ. ആ 4 കോണിക്കൽ ഡിപ്രഷൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ ദാറ്റ് വിൽ ബി ദ റിമൈനിങ് വോളിയം. ഇതാണ് ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് സ്റ്റെപ്പ് ഇങ്ങനെ എഴുതാം. വോളിയം ഓഫ് wood in the pen stand is equal to പെൻ സ്റ്റാൻഡിൽ ബാക്കിയുള്ള വോളിയം എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യം വോളിയം ഓഫ് ക്യൂബോയിഡ് അല്ലേ. വുഡ് ഏത് ഷേപ്പിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്? ക്യൂബോയിഡ് അല്ലേ. അപ്പോൾ ക്യൂബോയിഡിൻ്റെ വോളിയം നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതിൽ നിന്ന് എത്ര കോണുണ്ട്? 4 കോൺസ് അല്ലേ. അപ്പോൾ 4 ഇൻറ്റു വോളിയം ഓഫ് കോൺ, 4 കോണിൻ്റെ വോളിയം എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കോണിക്കൽ ഡിപ്രഷൻ കട്ട് ഔട്ട് എന്ന് പറയണം. 4 കോണിൻ്റെ ഷേപ്പിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ആ വോളിയം നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ദെൻ ദാറ്റ് വിൽ ബി ദ റിമൈനിങ് വോളിയം. വോളിയം ഓഫ് ക്യൂബോയിഡ് കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല നമുക്കറിയാം. ഏതായിരുന്നു ഫോർമുല? LBH, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, മൈനസ് 4 ഇൻറ്റു വോളിയം ഓഫ് കോൺ. കോൺ കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല നമുക്കറിയാം 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇനി നമുക്ക് വാല്യൂസ് തന്നിട്ടുള്ളത് നോക്കാം. എന്തൊക്കെയാണ് വാല്യൂസ് തന്നിട്ടുള്ളത് നോക്കാം. ആദ്യം പറഞ്ഞിട്ടുള്ളത് എന്താ? ഡയമെൻഷൻസ് ഓഫ് ദ ക്യൂബോയിഡ് ആർ 15, 10, 3.5 എന്ന് പറഞ്ഞാൽ ലെങ്ത് 15 ആണ്, ബ്രെഡ്ത്ത് 10 ആണ്. ആ ഓർഡറിലാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ ഹൈറ്റ് എന്ന് പറഞ്ഞത് എത്രയാണ്? 3.5 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് തന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി എന്താ പറഞ്ഞത്? 4 ഇൻറ്റു 1/3 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 നമ്മൾ കൊടുത്തു. റേഡിയസ് ഈസ് ഗിവൺ. എത്ര റേഡിയസ് എന്ന് പറയുന്നത്? റേഡിയസ് ഓഫ് ഈച്ച് കോണിക്കൽ ഡിപ്രഷൻ എല്ലാതും സെയിം തന്നെയാണ്, 0.5 ആണ് അല്ലേ. സോ 0.5 ഇൻറ്റു 0.5 അതാണ് റേഡിയസിൻ്റെ സ്ക്വയർ വരിക. ഇൻറ്റു ഹൈറ്റ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെപ്ത് ആണ് അല്ലേ. എത്രയാണ് തന്നിട്ടുള്ളത്? 1.4 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറയുന്നത് 1.4 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 15 ഇൻറ്റു 10 ഇൻറ്റു 3.5 എന്ന് പറഞ്ഞാൽ ഡെസിമൽ ഇങ്ങോട്ട് നീങ്ങും അല്ലേ. എത്രയാവും? 35 ആവും. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ മാറിയിട്ട് 35 എന്നായിട്ട് വരും. മൈനസ് 4 ഇൻറ്റു 1, 4 എന്ന് തന്നെ പറയാം, ഇൻറ്റു 22 ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 1.4 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഏതൊക്കെയുള്ളത്? 3 ഇൻറ്റു 7. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 15 ഇൻറ്റു 35 വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 350, 175 അല്ലേ. $525 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 4 ഇൻറ്റു 22 എത്രയായി? 88 ആയി അല്ലേ.
നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഇവിടുത്തെ ഡെസിമൽ മാറ്റാനായിട്ട് മുകളിൽ ഇവിടെ എത്ര ഡിജിറ്റിൻ്റെ ഡെസിമൽ കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് അല്ലേ. അപ്പോൾ മുകളിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യാം 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഡെസിമൽ മാറ്റാനായിട്ട്. അപ്പോൾ 0.5 എന്നുള്ളത് 5 ആവും. അഗെയിൻ 0.5 വിൽ ബി 5, 1.4 വിൽ ബി 14, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ ന്യൂമറേറ്ററിൽ. അപ്പോൾ അതിന് വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ട് ഡിനോമിനേറ്ററിലും നമ്മൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരും 3 × 7 × 1000 എന്ന് വരും കേട്ടോ. മുകളിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ മാറി, അടിയിലെ 1000 അതുപോലെ തന്നെ എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേം ഉണ്ട്. 7 14ൽ എത്ര ടൈംസ് കട്ട് ചെയ്യാം? 2 ടൈംസ് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 5 25 മൈനസ് 3 അവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ 5000ൽ ഇവിടെ നമ്മൾ 1000 തന്നെ ഇടുന്നില്ല, കാരണം ഇവിടെ 3 ഉള്ളത് കൊണ്ട് 1000 തന്നെ ഇട്ടിട്ട് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. 5 കട്ട് ചെയ്ത് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. 1000ൽ 5 എത്ര ടൈംസ് കട്ട് ചെയ്യാം? 2 അല്ലേ, 200. ഈ 5 200ൽ വീണ്ടും കട്ട് ചെയ്യാം, എത്ര ടൈംസാ? 40 അല്ലേ. ഈ 4 88ൽ എത്ര ടൈംസ് കട്ട് ചെയ്യും? 22. ചെയ്തോന്നുകൂടിയും പറയാം. 5 1000ൽ 200 ടൈംസ്, അഗെയിൻ 5 in 200 40 ടൈംസ്. 40 എന്ന് പറഞ്ഞാൽ 4 × 10 ആണ് അല്ലേ. അപ്പോൾ 40ൽ 4 10 ടൈംസ്, 28ൽ 4 22 ടൈംസ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇനി ഇവിടെ ബാക്കി ഉണ്ടാവുക ഒരു 22 ഉണ്ടായിരിക്കും. ഇനി ഇവിടെ ഒരു 2 റിമെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. ആ 2 അതുപോലെ എഴുതി. ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവിടെ ഒരു 10 ഉണ്ട്. 10 വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഈസി. 525 മൈനസ്, ഇനി ഞാൻ ചെയ്യണം നോക്കൂ, 22 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 44 അല്ലേ. ഡിവൈഡഡ് ബൈ 30 which is 525 മൈനസ് 44നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഈസിയാണ്. അതാണ് ഞാൻ കട്ട് ചെയ്യാതെ ഇട്ടത്. കട്ട് ചെയ്തത് 15 ആവും. പിന്നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അത്ര ഈസിയാണ്. അതുപോലെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഈസി ആവില്ല. അതുകൊണ്ടാണ് 10ൻ്റെ ഫോമുല തന്നെ എഴുതിയത് കേട്ടോ. 44ൽ 3 കട്ട് ചെയ്യുമ്പോൾ 3 4ൽ 1 ടൈം, റിമൈനിങ് 1. 14ൽ 4 ടൈംസ്, 12 റിമൈനിങ് 2. 20ൽ എത്ര? 6 ടൈംസ് അല്ലേ. 6 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഡിവൈഡ് ചെയ്യുമ്പോൾ. റൗണ്ട് ചെയ്യുകയാണെങ്കിൽ 14.66 എന്നുള്ളത് വേണമെങ്കിൽ 67 എന്ന് എഴുതാം അല്ലേ. ഇവിടെ നമുക്ക് അറിയാം 5നേക്കാളും ഗ്രേറ്റർ നമ്പർ ആണെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് 2 ഡിജിറ്റിനാക്കാം. ഇനി ഇത് നമ്മൾ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ. ബാക്കി അവിടെ ഒരു 10 കിടക്കുന്നുണ്ടാവും ഡിനോമിനേറ്ററിൽ കേട്ടോ. സോ 44/3 എന്ന് പറയുന്നതാണ് 14.67. ഇനി അടിയിലുള്ളൊരു 10 ഉണ്ട്. 30ലെ 3 കൊണ്ട് മാത്രമേ ഞാൻ ഡിവൈഡ് ചെയ്തുള്ളൂ, 10 അവിടെ ഉണ്ടായിരിക്കും. 525 മൈനസ് 14.67നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.467 എന്നാണ് വരിക. റൗണ്ട് ചെയ്തിട്ട് വേണമെങ്കിൽ 1.47 എന്ന് എഴുതാം കേട്ടോ. 467നെ വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് എന്ത് എഴുതാം? 47 എന്ന് എഴുതാം. മൈനസ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ ഇങ്ങനെ വരും. 525 മൈനസ് 1.47 അങ്ങനെയാണ് വരിക. 3 റിമൈനിങ് 5 4 1 4 ആവും 3 അല്ലേ. 523.53. Approximately you will be getting 523.53. What is the unit we have? Centimeter cube. Volume will be 523.53 centimeter cube. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഏത് ഫോമിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എളുപ്പം, എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നതാണോ എളുപ്പം അതുപോലെ ചെയ്യുക. ഞാനിവിടെ ചെയ്യുമ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമുള്ളത് കൊണ്ടാണ് 3 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്തു, എന്നിട്ട് 10 കൊണ്ട് വേറെ ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 30 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് 15 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. സബ് ടു യു. ഓക്കെ, ചെയ്യാൻ ഏതാണ് കൺവീനിയൻസ് ആയിട്ട് തോന്നുന്നത് അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇസ് ഇറ്റ് ഓക്കെ? സോ 4 പ്രോബ്ലമാണ് നമ്മളിന്ന് ചെയ്തത്. ഫസ്റ്റ് 4 ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ നമ്പർ 1 2 3 4 13.2 എക്സസൈസിലെ ഫസ്റ്റ് 4 പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിമൈനിങ്
problems we will do in another video. Okay, so thank you for watching. Don't forget to subscribe.